ആ മഹേന്ദ്രൻ എത്തിയോ? എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതി. രാജലക്ഷ്മി വന്നില്ലേ? ഇല്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയതുകൊണ്ട് അവൾക്ക് ലീവ് കിട്ടിയില്ല. പിന്നെ കാവിലൊരു സർപ്പംപാട്ട് നടത്താനുള്ള ഏർപ്പാടുണ്ടാക്കണം. കുറെ ദിവസമായി എടുത്തി. മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത. അല്ലെങ്കിൽ തന്നെ കുടുംബത്തിന്റെ സ്വസ്ഥ മുഴുവൻ പോയിരിക്കല്ലേ. ഒരു ഭാഗത്ത് ചേച്ചി ജീവിച്ചവൻ പോലെ കിടക്കുന്നു. ഇപ്പതാ ഏട്ടനും അനിയനും തലയ്ക്ക് വട്ടം പിടിച്ചു. ആദ്യം ഈ നാശം പിടിച്ച കൊട്ടാരോ അന്തപ്പുരോ ഒക്കെ ഇടിച്ച് പൊളിച്ച് കുളം തോണ്ടണം. എങ്കിലേ മനസമാധാനം കിട്ടൂ. ആ, എല്ലാറ്റിനും ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം ചേച്ചി ഒന്ന് കാണും. ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി? ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിയുടെ അസുഖം ഞാൻ ചികിത്സിപ്പിച്ച് ഭേദമാക്കും. ഇവരെന്നെ കൊണ്ടേ പോകത്തുള്ളൂ. കണ്ടോ, ഡോക്ടറെ കണ്ടപ്പോ ചിരി ഒന്നുകൂടെ കൂടി. അത് പിന്നെ ഈ ഡോക്ടറെ കണ്ട് ആർക്കാ ചിരി വരാത്തത്? സൂക്ഷിച്ച് സംസാരിക്കണം. ഈ കൊട്ടാരത്തിൽ ഒരു പ്രാന്തനെ കൂടി സൃഷ്ടിക്കാൻ ഞാൻ മടിക്കില്ല. നിങ്ങളുടെ ഭാര്യയെ വേറൊരു അടിച്ചോണ്ട് പോയെന്ന് സങ്കല്പിച്ചു. നിങ്ങളോടല്ല, സങ്കല്പിച്ചു. എന്നിട്ട് അറ്റൻഷൻ മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യൂ. കരയൂ. ഞാൻ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമായി പോയി. നമ്മളാണ് ഭാര്യ അല്ലേ? അതെ. തമ്പുരാക്കന്മാരെ ചികിത്സിച്ച് ഞാനും മെന്റലായി പോകുമെന്നൊരു സംശയം. ഇങ്ങനെയുണ്ടൊരു ഭ്രാന്ത്. സുന്ദരേശ, മഹേന്ദ്രൻ, നീ എന്താ ഇവിടെ? അതുകൊള്ളാം. എടാ, ഇത് എന്റെ തറവാടല്ലേ? അല്ല, നീ ഇപ്പൊ ഡോക്ടറാ? വെറും ഡോക്ടറല്ല, സൈക്കാട്രിസ്റ്റ്. എന്റെ ദൈവമേ, പ്രീ ഡിഗ്രിക്ക് സബ്ജക്ട് കിട്ടിയുമില്ല, ലാംഗ്വേജ് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ് നടന്നിരുന്ന നീ എങ്ങനെയാടാ ഡോക്ടറായത്? കൊള്ളാം. നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു? മാന്ത്രിക് താന്ത്രിക് ടച്ചുള്ള സൈക്കോതെറാപ്പി ലോകത്തിൽ ആദ്യമായി പരീക്ഷിച്ചത് ഞാനാണ്. മാന്ത്രിക് സൈക്കോളജിക്കൽ സയൻസിൽ റിസർച്ച് ചെയ്യുന്നതിനിടയിലാണ് ഈ കൊട്ടാരം വൈദ്യന്റെ വേഷം എനിക്ക് കെട്ടേണ്ടി വന്നത്. പക്ഷെ ഇവരെന്റെ ചാറ് പിഴിഞ്ഞളിയാ. വിടില്ല ഞാൻ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. വല്യേട്ടാ, എന്താ വല്യേട്ടാ ഇത്? അനിയൻ കുഞ്ഞെ, നിനക്ക് എന്താടാ പറ്റിയത്? ട്രീറ്റ്മെന്റ് ലക്ഷ്യം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കരഞ്ഞവൻ ചിരിക്കുന്നു, ചിരിച്ചവൻ കരയുന്നു. ഇതാണോ നീ കണ്ടെത്തിയ ലക്ഷ്യം? നമുക്ക് ഇവരെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാൻ സുന്ദരേശ. വല്യേട്ടാ, അനികുഞ്ഞെ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇവർ ആശുപത്രിയിലേക്ക് വരില്ല. അതുകൊണ്ടല്ലേ ഞാനിവിടെ താമസിച്ച് ചികിത്സിക്കുന്നത്. നിന്നോട് എനിക്ക് ഇത് ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ പറയാനുണ്ട്. നീ വന്നേ. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് നീ എടുക്കണം. രണ്ടുപേർക്ക് ഭ്രാന്ത് പിടിച്ചതല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. എന്തോ ലക്ഷ്യം സാധിക്കാൻ വന്ന ഒരു ആത്മാവ്, ഒരു ഈവിൾ സ്പിരിറ്റ്, ഒരു പരട്ട പ്രേതം ഈ കൊട്ടാരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി, ഇറ്റ് ഇസ് ട്രൂത്ത്. ഈ പൂവിന്റെ പേരെന്താ? ഇതാണ് ചെമ്പകപ്പൂ. അച്ഛൻ വരുമ്പോ ഈ പൂക്കളോണ്ടൊരു ബൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എവിടെ പോവാ? അല്പം ധൃതിയില്ല. അരേമിക്കെന്ന് അല്ല, അമേരിക്കൻ കുവൈറ്റിന്ന് മോളെ അമ്മ വന്നിട്ടുണ്ട്. ആഹാ, വന്നോ? എന്നിട്ട് എവിടെ? വട്ടന്മാരുടെ അല്ല, വട്ടുപിടിച്ച അമ്മയുടെ മുറിയിലുണ്ട്. ഞാൻ പൊയ്ക്കട്ടെ.
ഞങ്ങൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയേ. ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇവിടെ പ്രേതം വന്നിട്ട് പോയേ. ഈ കൊട്ടാരം മുഴുവൻ പ്രേതങ്ങളാണ്. ഇവിടെ പ്രേതങ്ങളുടെ ഉത്സവമാണ്. ഞാൻ പഠിച്ച മാന്ത്രിക് മാത്തമാറ്റിക്സ് വെച്ച് നോക്കുമ്പോ തമ്പുരാക്കന്മാരുടെ ശബ്ദം. അതെ, എന്റെ ട്രീറ്റ്മെന്റ് മനസ്സ് തുടങ്ങിയിരിക്കുന്നു. ഇനി എല്ലാം ഞാനേറ്റു. നീ വാ വാ. ഇവിടെ പ്രേതങ്ങളുടെ സമ്മേളനം നടക്കുകയാണ്. എന്ത് പറ്റിയാലെന്ത് തമ്പുരാക്കന്മാർക്ക് മിണ്ടിയല്ലോ. എന്തു അമ്മുക്കുട്ടി, ശവങ്ങളാണ് ആ ശവങ്ങൾ. ഞങ്ങൾ അയ്യോ ഡോക്ടറെ ഓടി വരണേ, ഇവർക്ക് ഭ്രാന്ത് കൂടിയേ. മാറിയടാ പട്ടി. No violence. ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം. നിങ്ങളെ സംസാരിപ്പിക്കാൻ കഴിഞ്ഞ എനിക്ക് ഇനി പലതും ചെയ്യാൻ സാധിക്കും. ഇതേതായി മുഴുപ്രാന്തൻ? അയ്യോ ഇത് ഭ്രാന്തനല്ല, ഇദ്ദേഹമാണ് നിങ്ങളുടെ അസുഖം ഇത്രയെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കിയ ഡോക്ടർ സുന്ദരേശൻ. മൈ ഡിയർ പേഷ്യൻസ്, ഇനി നിങ്ങളുടെ ഭ്രാന്ത് ഞാൻ മൊത്തത്തിൽ മാറ്റിത്തരാം. അനിയ മഹേന്ദ്ര, ഞങ്ങൾക്ക് ഭ്രാന്തില്ല. ഞങ്ങൾ കണ്ടതാ ഒരു വലിയ പെട്ടിയിൽ 2 ശവങ്ങൾ. ഹിന്ദുവിനെ അമ്മുക്കുട്ടിയും പോലെ ഇരുന്നു ആ 2 ശവങ്ങളും. ഞങ്ങളെ തള്ളി കുഴിയിലേക്കിട്ടു. അവിടെ നിന്ന് വെള്ളത്തിൽ പൊക്കി കറക്കി, പിന്നെ കരയിലേക്കിട്ടു. അയ്യോ പറഞ്ഞാലും തീരില്ല. എവിടെ അവൾ? അവളെ ചുട്ട് കരിക്കണം. സംസാരശേഷി തിരിച്ചു കിട്ടിയെങ്കിലും ബുദ്ധിസ്ഥിരത ഇല്ലെന്ന് തോന്നുന്നു. കൂടുതൽ വയലന്റ് ആയിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും ആക്രമണം പ്രതീക്ഷിക്കാം. ഓടാ പുല്ലേ, നീ ഞങ്ങളെ വിട്ടേക്കരുത്. വേണ്ട, അയാളൊന്നും ചെയ്യരുത്. മുറിക്കൊണ്ട് കത്തിക്കോളൂ. ഞാനിപ്പോ വരാം. മയക്കുവെടി വെച്ചില്ലെങ്കിൽ ഇവന്മാരുടെ ആഫീസ് കൂട്ടിക്കും. അനിയ മഹേന്ദ്ര, നീയെങ്കിലും വിശ്വസിക്കും. ഞങ്ങളുടെ ഭ്രാന്തൊക്കെ മാറി. ഏതെങ്കിലും ഭ്രാന്തന്മാര് പറയോ ഭ്രാന്ത് മാറിയെന്ന്? ശരി, ഞങ്ങൾക്ക് ഭ്രാന്ത് തന്നെ. ചുമ്മാ ഇരിക്കാൻ. ഞങ്ങൾക്ക് ഭ്രാന്തില്ല. അയ്യോ, അവരെ കമഴ്ത്തിക്കെടുത്തു. അങ്ങോട്ട് കിടക്ക്. ആ മുണ്ടൊന്ന് വെക്കിക്കേ. അയ്യോ, എന്തിനാ മുട്ട് നോക്കുന്നേ? അയ്യോ, കുത്തിവെക്കല്ലേ, ഞങ്ങൾക്ക് വട്ടൊന്നുമില്ലേ. വേണ്ട വേണ്ട. എന്റെ ചന്തിക്ക് കുത്തരുതെന്ന് പറ. കൊച്ചു പിള്ളേരെ പോലെ കരച്ചിൽ. എന്നെ കുത്തി. ചിരിച്ച് പേടിപ്പിക്കല്ലേ മഹേന്ദ്ര. ഒന്നാമത് തന്നെ ഈ കൊട്ടാരത്തിൽ പ്രേതാത്മാക്കൾ അലഞ്ഞു തിരിയുന്നുണ്ടെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. നിന്റെ കണ്ണിലേക്കൂടി നോക്കുമ്പോ എനിക്ക് ആകെ ഒരു അങ്കലാപ്പ്. എന്നെ മന്ത്രശക്തി പഠിപ്പിച്ച എന്റെ ഗുരുനാഥനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നിന്നെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. സത്യം. ഇതോടെ അങ്ങ് പിടിപ്പിക്കേ, അപ്പൊ നിന്റെ പേടിയൊക്കെ അങ്ങ് പോവും. എന്നിട്ട് നീ പറഞ്ഞു വന്ന കാര്യം പറ. ഏത് കാര്യം?